ഏത് സിനിമയിലും ഏത് സീക്വൻസിലും ഈ കൗണ്ടർ ഡയലോഗാണ് ഇമ്പോർട്ടൻ്റ് വരിക. ഒരിക്കലും ഫസ്റ്റ് എങ്ങോട്ടാ മീനാക്ഷി അടുത്തേ പോകുന്നത് ചോദിച്ചാൽ മീനാക്ഷിയുടെ ഉത്തരമാണ് ആ ചോദ്യത്തിനെ എൻഹാൻസ് ചെയ്യിക്കുന്നത്. ആ കൗണ്ടർ ഡയലോഗ് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നത്തെ ഡയലോഗ് ഇല്ല വാസ്തവത്തിൽ. നമ്മൾ ഓഡിയൻ എന്ന് പറയുന്നത്, പ്രേക്ഷകൻ എന്ന് പറയുന്നത് നമുക്ക് മുമ്പേ സഞ്ചരിക്കും. എഴുത്തുകാരൻ്റെ മനസ്സിന് മുൻപേ തന്നെ സഞ്ചരിക്കും പ്രേക്ഷകൻ. ഉദാഹരണമായി ഒരു നായകൻ, ഒരു ആക്ടർ, ഒരു കഥാപാത്രം ഒരു വണ്ടിയിൽ പോവുകയാണെങ്കിൽ, കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വണ്ടി അവിടെ നിർത്തുന്ന ഏതാണ്ട് ഇയാൾ നിർത്തുന്ന മുമ്പേ തന്നെ പ്രേക്ഷകൻ തീരുമാനിക്കും. ഉർവശിയുടെ കരിയറിൽ ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റണ്ടായിട്ടൊരു ഷോട്ട് ഉണ്ടാകാറുണ്ട്, തട്ടാനല്ലേ പൊന്മുട താറാവിലെ. ഈവൻ തട്ടാൻ ഭാസ്കരൻ പുറത്തുനിന്ന് ആ വീട്ടിൽ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സത്യൻ അവളോട് പറഞ്ഞു, ഒന്ന് കൊതിപ്പിക്കുന്ന പോലെ നോക്കാൻ. ആ ഷോട്ട് നമ്മൾ കാണാം. അങ്ങനെ നോക്കിയിരുന്നു കൊതിപ്പിക്കുന്നുണ്ടാവും. അപ്പോഴാണ് ഇവൻ എഴുന്നേറ്റ് പോകുന്നത്. ഇതിലെ മേലെപ്പറമ്പിൽ ആൺവീട് ജയറാമിനെ കാണിക്കുമ്പോൾ തന്നെ പറയുന്നത്, ഒരു ജോലിക്ക് വേണ്ടിയുള്ള അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് പ്രാർത്ഥിച്ചിട്ട് നമ്പൂതിരി ഇയാൾക്ക് കൊടുക്കുകയാണ്. ഉണ്ടെങ്കിൽ അപ്പോൾ പറയുന്നത് ജോലിക്കുള്ള അപ്ലിക്കേഷനാണ്, ശരിക്കും മുസ്ലിം കമ്പനിക്കാണ് അയക്കുന്നത്. ശരിക്കും പറയാൻ മൊല്ലാക്കേ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അയാൾ ശാന്തിക്കാരൻ ഇയാളോട് ചോദിക്കുന്നത്, മോനൊരു പണി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? ഇതൊന്നും തന്നെ ആചാരങ്ങളൊന്നും വിമർശിക്കില്ല, ശരിയായ സത്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് മാത്രം. സിബി മലയിൽ കൂട്ടുകെട്ട് സിബിയുടെ ആദ്യത്തെ സിനിമക്ക് വേണ്ടി തിരക്കഥ എഴുതിയതാണ് ഞാൻ. നടന്നില്ല. രണ്ടാമത് എഴുതി, വേറൊരു സിനിമയ്ക്ക് എഴുതി, അതും നടന്നില്ല. മൂന്നാമത് എഴുതി, അതും നടന്നില്ല. നാലാമത്തെ അവൻ്റെ സിനിമയാണ് മുത്താരം കൊന്നെത്തി. ഹൈഡ്രജൻ ഹൈഡ്രജനൊക്കെ നിറച്ചിട്ട് അതിൻ്റെ അറ്റത്ത് പിടിച്ചിങ്ങനെ ട്രാവൽ ചെയ്യുന്നൊരവസ്ഥ അടിച്ചു നോക്കൂ. ഒരു ഫ്ലോട്ടിങ് ഫ്രണ്ട്ഷിപ്പാണ്. ഇത്ര വർഷമായി. മേലെപ്പറമ്പിൽ ആൺവീട്, അതിലെ ഡയലോഗുകൾ ഇന്നും കാലത്തിനപ്പുറവും ആളുകൾ പറഞ്ഞു ചിരിക്കുന്ന ഡയലോഗുകളാണ്. വേലക്കാരിയായിരുന്നാലും നീയൻ മോഹവല്ലി, അതേപോലെ എൻ്റെ ഗർഭം ഇങ്ങനെയല്ല, അതൊക്കെ ഇപ്പോഴും ആളുകളെ ആ ഡയലോഗ് മാത്രം പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ചിരിക്കാറുണ്ട്. സീൻ കാണണമെന്നൊന്നുമില്ല. അപ്പം അത്തരം ഡയലോഗുകൾ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ, ഇത് ഇത്രത്തോളമൊക്കെ ആളുകളെ ചിരിപ്പിക്കും? എനിക്ക് സേനനെ ഭയങ്കര ഇഷ്ടമാണ്. സേനനടുത്ത് ആദ്യം ഞാൻ കടിഞ്ഞൂർ കല്യാണം ചെയ്തു. കടിഞ്ഞൂർ കല്യാണം ചെയ്യുന്നത് സേന ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സേനൻ്റെ ഒരു സൗഹൃദം വേറെ രീതിയിലാണ് ഞാനുമായിട്ടുള്ള. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കഥ പറഞ്ഞു, അവനൊരു കഥ എങ്ങനെ പറയും. എനിക്ക് അങ്ങനെ ഒന്നും അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ കൊള്ളുന്ന കഥകളൊന്നും 2-3 ദിവസം അവൻ ദിവസം വരും, എല്ലാം ഓരോന്നും പറയും. ഇങ്ങനെ ഞങ്ങളൊരു സന്തോഷം. പക്ഷെ ഞാൻ എഴുതി കൊടുക്കാന്നൊക്കെ ഒരു മനസ്സിൽ ആഗ്രഹമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒരു കഥയാണെന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടീനെ ഒരാൾ കല്യാണം കഴിക്കുന്നതും, അവൻ വീട്ടിൽ ഭയങ്കര പേടിയായതുകൊണ്ട്, അച്ഛനും അമ്മേനെയൊക്കെ പേടിയായതുകൊണ്ടും ഏട്ടന്മാരൊക്കെ പേടിയായതുകൊണ്ടും അവനെ വേലക്കാരിയായിട്ട് കൊണ്ടുവരുന്നതും എൻ്റെ ഒരു കഥയാണ്. അപ്പോൾ അത് ഞാൻ കേട്ടു. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോഴായിട്ട് വേറൊരു സംഭവമായിട്ട് സേനൻ്റെ ഒരു ഗുണമാണ്. ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഞങ്ങൾ. അപ്പോൾ സേനയോട് ഞാൻ പറഞ്ഞു, അതും കേട്ടപ്പോൾ എനിക്ക് ശരിയാണ്. പക്ഷേ ഈ 2 ദിവസത്തിനുള്ളിൽ എനിക്ക് ഈ വേലക്കാരിയായിട്ട് ഇവൻ വരുന്നതും പിന്നെ ഗിരീഷിനുള്ളൊരു സ്നേഹവും, കാരണം ഏത് സംഗതിയുടെയും പിറകിൽ ഒരു സ്നേഹം ഉണ്ടാവും. ഇല്ലേ നമുക്കത് അങ്ങനെ നടക്കുള്ളൂ. ഏത് സംഗതി ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, എൻ്റെ വേലക്കാരിയായിട്ട് കൊണ്ടുവരുന്നു, അതിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കും നിങ്ങൾ. പക്ഷെ അവിടുന്ന് അങ്ങോട്ടൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ അറിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ 2-ാമത്തെ 3-ാമത്തെ ദിവസം വരെ സേന പറഞ്ഞപ്പോൾ വേറൊരു സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു, സേന നിങ്ങൾ പറഞ്ഞ ആ ഗിരീഷിൻ്റെ കഥയിലെ ആ എലമെൻ്റ് എനിക്ക് ഇഷ്ടമായി, അത് വേണമെങ്കിൽ ഞാൻ ഒന്ന് പിടിച്ചു നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് സേന അത് ഉടനെ തന്നെ അത് സേന സമ്മതിക്കുന്നത്. ഞാൻ അതിൻ്റെ മുകളിലൊരു വർക്കൗട്ട് ചെയ്യുന്നു. ഞാൻ കുറേ മദ്രാസിൽ നിന്ന് എഴുതി. സേന അവിടെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ സേനൻ വന്നു. സേനോട് ഞാൻ ഇങ്ങനെ എഴുതിയ സാധനമൊക്കെ കാണിച്ചു കൊടുക്കും. ഞാൻ വീട്ടിലിരുന്നിട്ടാണ് എഴുതുന്നത് കൂടുതലും. ഞാൻ പറഞ്ഞില്ല, സ്മിത അടുത്ത് വന്നിട്ട് തലക്കായ തടവി തരുന്നതൊക്കെ അങ്ങനെയാണ്. മഴ പെയ്യുന്ന സമയങ്ങളൊക്കെ, നല്ല മഴ പെയ്യുന്ന സമയമാണ് അതൊക്കെ. അങ്ങനെ അത് എഴുതി.
അത് എഴുതി വരുമ്പോഴത് ത്രില്ല് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഫ്ലോ ആയിരുന്നു അത് എഴുതുമ്പോൾ. അതിന് തുടക്കം മുതലേ ഒരു രസമായിരുന്നു. അവൾ വായിക്കുകയൊക്കെ ചെയ്യും. എഴുതി കൊടുക്കുന്ന സാധനം ഹോട്ടലുണ്ടെങ്കിൽ ഞാൻ പോയി വായിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഈ വേലക്കാരി എന്ന നിയമമൂലമൊക്കെ പെട്ടെന്ന് അങ്ങനെ എഴുതി പോകുന്നതാണ്. കഴിയുന്നത്ര നർമ്മമാണ് അതിൽ വന്നത്. അത് അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സും. പക്ഷേ അത് ജഗതിയാണ് മറ്റാണെന്നൊന്നും ഏതാണ്ട് ജഗതിയാണെന്ന് എനിക്കറിയാം. അതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ. ഈ ക്യാരക്ടർ സേനനും അത് അപ്പം തന്നെ തീരുമാനം ഇന്നാളൊക്കെ ചെയ്യാന്നൊക്കെ തീരുമാനം എടുത്തു. ആകെ മനസ്സിലുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് അമ്മാവനായിട്ട് ഇന്നസെൻ്റ് ആയിരുന്നു സേനൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഞാനും ഇങ്ങനെ ഓക്കെ എന്ന് പറയുന്നത്. ഇന്നസെൻ്റൊക്കെ നമ്മൾ കൂടെ ഉള്ള ആൾക്കാരല്ലേ. അപ്പോൾ ഇന്നസെൻ്റ് വേറെ എന്തൊരു പടം വന്നപ്പോഴാണ്, വർക്ക് വന്നപ്പോഴാണ് സേനനെ വിളിച്ചിട്ട് ജനാർദ്ദനെ ചോദിക്കുന്നത്. ജനാർദ്ദനെ പറ്റി ഞാൻ ചിന്തിച്ചത് പോലില്ല. പക്ഷെ ജനാർദ്ദനെ കേട്ടതും ഞാൻ സേനോട് പറഞ്ഞു ഓക്കെ ആണ്. അങ്ങനെ ജനാർദ്ദനം വരെ ജനാർദ്ദൻ അതോടുകൂടി ജനാർദ്ദനൻ നല്ല ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിൻ്റെ അതിലേക്കാണ് ഒരുപാട് കിട്ടി. ആ പടത്തിൻ്റെ ഒരു നർമ്മ താളമുണ്ട്. ആ നർമ്മ താളമാണ്. ആ കഥ അങ്ങനെയാണ്. അത് നന്നായിട്ട് സേന മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. തിരക്കഥയിൽ ഞാൻ കൊടുത്തൊരു നർമ്മ താളമുണ്ട്. സേന ഭംഗിയായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഇതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴും എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്നൊക്കെ ജഗതി പറഞ്ഞതുകൊണ്ടാണ് അതിനൊക്കെ ഒരു എലിവേഷൻ വന്നത്. ഈ രണ്ട് വിധത്തിലാണത്. ഒന്ന് ഇപ്പുറത്ത് ഏട്ടനെ തല്ലുന്നുണ്ട്, തല്ലാൻ വേണ്ടി നടക്കുന്ന അച്ഛൻ ഇറങ്ങിവിടാന്നൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ അതിൻ്റെ അതേ ലെവലിൽ തന്നെ മറ്റേ സീൻ വരില്ല. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഏത് സിനിമയിലും ഏത് സീക്വൻസിലും ഈ കൗണ്ടർ ഡയലോഗാണ് ഇമ്പോർട്ടൻ്റ് വരിക. ഒരിക്കലും ഫസ്റ്റ് എങ്ങോട്ടാ മീനാക്ഷി അടുത്തേ പോകുന്നത് ചോദിച്ചാൽ മീനാക്ഷിയുടെ ഉത്തരമാണ് ആ ചോദ്യത്തിനെ എൻഹാൻസ് ചെയ്യിക്കുന്നത്. ആ കൗണ്ടർ ഡയലോഗ് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നത്തെ ഡയലോഗ് ഇല്ല വാസ്തവത്തിൽ. ഇന്നും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് ഡയലോഗാണല്ലോ അത്. കൗണ്ടർ ഡയലോഗാണ് ഇമ്പോർട്ടൻ്റ്. അമ്മയുടെ ആ രണ്ടാമത്തെ ചോദ്യത്തിൽ മറ്റതിനുള്ള എല്ലാ ഉത്തരവും ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജഗതിയുടെ ധർമ്മസങ്കടം ആലോചിച്ച് നോക്കൂ. ആ ക്യാരക്ടർ പ്രണയിച്ചിട്ടുണ്ട് ഈ പെൺകുട്ടീനെ. അവള് ഗർഭിണിയായി. അപ്പൊ ആരും ഉണ്ട്. അപ്പോഴാണ് പറഞ്ഞത് എൻ്റെ ഗർഭം ഇങ്ങനല്ല എന്ന് പറയുന്നത്. അതങ്ങനെ വന്ന് വീഴുന്നതാണ്. അതുപോലെ തന്നെയാണ് തമിഴ് പഠിക്കാൻ വേണ്ടി പോയിട്ട് പുസ്തകം എടുത്തിട്ട് നീയൻ മോഹവല്ലിന്ന് വേലക്കാരി എന്തോ നീയൻ മോഹവല്ലിന്ന് വരുന്നത്. അങ്ങനെ ഒരു തമിഴ് പാഠാവലിയിലില്ല. തമിഴ് അക്ഷരങ്ങൾ പഠിക്കാൻ വേണ്ടി തമിഴ് ഭാഷാ സഹായിയാണ് അവൻ നോക്കുന്നത്. ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ ഭാഷാ സഹായിയിൽ ഒരിക്കലും അങ്ങനത്തെ ഡയലോഗ് ഒരു ഇതുണ്ടാവില്ലോ ഭാഷ പഠിപ്പിക്കാൻ. വേലക്കാരി എന്തോ നീ അത് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിൽ വരുന്ന ഒരു ഡയലോഗാണ്. അപ്പം എനിക്കത് എഴുതുമ്പോൾ വന്നതാണ് വേലക്കാരി എഴുന്നല്ലോ നീയൻ മോഹവല്ലി, വേലക്കാരി എഴുതുന്ന നീയൻ മോഹവല്ലി. ഇത് ആ ചക്ക മക്ക അതൊക്കെ ഉണ്ട്, ചക്ക എന്നൊക്കെ പറയുന്നുണ്ട്, എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഹ്യൂമർ വരുന്ന അവിടെയല്ല. വേലക്കാരി മോഹവല്ലി എന്ന് പറയുന്ന ഒരു കോമൺ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അവൻ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. തമിഴിൽ അവൻ പറയാൻ വേണ്ടി അവളുടെ അടുത്ത് പോയി പറയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഡയലോഗാണ്. തമിഴിൽ അവൻ പഠിച്ചെടുത്താണ് വേലക്കാരി എന്ന മോഹവല്ലി. അടുത്ത സീനിൽ അവൻ അടുക്കളയിൽ പോയിട്ട് അവളോട് പറയണം. അപ്പോഴാണ് അവിടെ അമ്മ അതിലും വലിയ തമിഴ് പറയുന്നത്. ഓടാ പോയി തൂങ്കു പറഞ്ഞിട്ട് അമ്മ തിരിച്ചടിക്കുന്നത്. അടുത്ത സീൻ അങ്ങനെയാണ്. അതാണ് വന്നു പോകുന്നതാണ്. നമ്മൾ ഇൻവോൾവ് ആവണം അതിനകത്ത്. ഒരു മോശം സംഭാഷണങ്ങളോ അല്ലെങ്കിൽ തെറിവിളിയോ അല്ലെങ്കിൽ പരിഹസിക്കുന്ന രീതിയോ ഒന്നും തന്നെ കണ്ടിട്ടില്ല. എന്നാൽ ഈ സംഭാഷണങ്ങളാണ് താനും ഞങ്ങളെ ചിരിപ്പിച്ചതും. അപ്പം അതൊരു മനഃപൂർവ്വമായി ശ്രദ്ധിച്ച് ചെയ്തത് തന്നെയാണ്. പൊതുവേ സിനിമയിൽ അങ്ങനെയാണല്ലോ, ചിലപ്പം തെറി വിളിച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പരിഹസിച്ചിട്ടോ ഒക്കെ ചിരിപ്പിക്കുന്ന ഒരു രീതിയും സിനിമയിൽ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല. എന്നാലും ഞങ്ങൾ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. മനഃപൂർവ്വമാണോന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആ സമയത്ത് ഇപ്പൊ തെറി വിളിക്കേണ്ട ഒരു ഘട്ടം വന്നു കഴിഞ്ഞാലും എനിക്കത് തെറിയായിട്ട് മനസ്സിൽ വരാറില്ല. അതിനെ ഒരു വേറെ എന്താണോ നമ്മുടെ കഥാപാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അതിനെ വേറൊരു വിധത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഞാൻ. പക്ഷെ കേൾക്കുന്നവർ മനസ്സിലാവും അത് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ ആകെ തെറിയായിട്ട് ജീവിതത്തിൽ തെറി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഒറ്റ ഡയലോഗ് എഴുതിയിട്ടുള്ളൂ. അത് മൈലപ്പറമ്പിൽ ആൺവീട് തന്നെയാണ്. ഈ അമ്മ ചോദിക്കുന്നുണ്ട് അച്ഛനോട്, നരേന്ദ്രപ്രസാദിനോട് മീന ചോദിക്കുന്നുണ്ട്, ഇനി അവളെങ്ങാനും നിങ്ങളുടെ പേര് പറയുന്ന എൻ്റെ പേടിയെന്ന് ചോദിക്കുമ്പോൾ ഇയാളൊരു ഇത് പറയുന്നുണ്ട്, ചീത്ത വിളിക്കുന്നവളെ. പക്ഷെ ആൾക്കാർ അവിടെയും ചിരിക്കുകയും ചെയ്യും. ഞാൻ എന്താ ചെയ്യുക? കാരണം ആൾക്കാർ പ്രതീക്ഷിക്കരുത്. ഈ ഡയലോഗ് ഒരിക്കലും ആൾക്കാർക്ക്
മുൻകൂട്ടി കാണും. നമ്മൾ ഓഡിയൻ എന്ന് പറയുന്നത്, പ്രേക്ഷകൻ എന്ന് പറയുന്നത് നമുക്ക് മുമ്പേ സഞ്ചരിക്കും. എഴുത്തുകാരൻ്റെ മനസ്സിന് മുൻപേ തന്നെ സഞ്ചരിക്കും പ്രേക്ഷകൻ. ഉദാഹരണമായി ഒരു നായകൻ, ഒരു ആക്ടർ, ഒരു കഥാപാത്രം ഒരു വണ്ടിയിൽ പോവുകയാണെങ്കിൽ, കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വണ്ടി അവിടെ നിർത്തുന്ന ഏതാണ്ട് ഇയാൾ നിർത്തുന്നതിന് മുമ്പേ തന്നെ പ്രേക്ഷകൻ തീരുമാനിക്കും. പിന്നെ അയാൾ ഇറങ്ങി നടക്കുമ്പം അത് അതൊന്നും തീരുമാനിക്കും. പിന്നെ അയാൾ കാണുന്ന ഈ പ്രേക്ഷകൻ തീരുമാനിക്കുന്ന പോലെ തന്നെയാണ് നടക്കുന്നതെങ്കിൽ ഘട്ടം കഴിയുമ്പോൾ അയാൾക്ക് മനസ്സിലാവും. പക്ഷെ അയാൾ പ്രതീക്ഷിക്കാത്ത പോലെ അയാൾ നടന്ന് വേറെ വഴിക്ക് പോയാൽ ഇതെങ്ങനെ ഇങ്ങോട്ട് ഇവൻ പോയതെന്ന് ചിന്തിക്കും. പിന്നെ നമ്മൾക്ക് ഈ സംഭാഷണം ഒരിക്കലും അല്ലെങ്കിൽ സീക്വൻസ് ഒരിക്കലും പ്രേക്ഷകൻ്റെ ഒപ്പം നടന്നുകൊണ്ട് ഉണ്ടാവരുത്. പ്രേക്ഷകന് മുൻപേ നമ്മൾ പോകണം, വളരെ മുൻപേ പോകണം. കാരണം നമ്മൾക്ക് മുൻപേയാണ് പ്രേക്ഷകൻ. ഒരുപക്ഷെ അങ്ങനെ ഓവറായിട്ട് റൺ ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ കാലത്ത് തെറ്റി ഇറങ്ങി പോയി സിനിമകൾ അത് വന്നു പോയിട്ടുണ്ടാവുക. ഞാൻ കുറച്ച് സ്പീഡിൽ ഓടും, ചിലപ്പോൾ സ്പീഡിൽ പ്രേക്ഷകൻ്റെ മുമ്പിലേക്ക് പോകും. അപ്പം എൻ്റെ പിന്നിലായിരിക്കും ഇയാളുണ്ടാവുക. അപ്പം ഇവരെങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ അവൻ ഇറങ്ങി പോവുമായിരിക്കും. ഇതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു വരുന്നത് മനസ്സിലാവേണ്ട വിചാരിക്കുന്നു. നമ്മൾ പ്രേക്ഷകൻ്റെ ഒപ്പം നടക്കരുത്, പ്രേക്ഷകൻ്റെ മുൻപിൽ വളരെ മുൻപിൽ പോകണം. ഓവറായി പോവരുത്. അതുകൊണ്ട് അപ്പോഴാണ് നമ്മളൊക്കെ മുൻപേ ഓടിയെത്തുന്നത്. നമ്മൾ കുറേ എത്തി നിൽക്കുമ്പോഴാണ് എൻ്റെ പ്രേക്ഷകൻ്റെ പിന്നാലെ വന്നിട്ട് എന്നോട് ഇപ്പോൾ അത് സാർ അന്ന് എഴുതിയത് നന്നായിരുന്നു, അല്ലെങ്കിൽ ഇന്നലെ എന്നെ വിളിച്ച് ഒരാൾ ചോദിച്ചില്ലേ, അതുപോലെയൊക്കെ തോന്നിപ്പോകുന്നതാണ്. ഉർവശിയുടെ മറ്റൊരു മികച്ച കഥാപാത്രമാണ് ഹൃദയകുമാരി, കടിഞ്ഞൂൽ കല്യാണത്തിലെ. എനിക്ക് തോന്നുന്നു ഉർവശിയുടെ കരിയറിൽ ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ നൽകാൻ സാധിച്ചിട്ടുമുണ്ട്. ഇപ്പം സ്നേഹലത ആയാലും ആനന്ദവല്ലി ആയാലും ഹൃദയകുമാരി ആയാലും. ഈ ഹൃദയകുമാരി ഉർവശിയെ തന്നെ ഓർത്തെഴുതിയ കഥയാണോ? ഞാൻ ആ കഥ എഴുതാൻ തുടങ്ങിയപ്പോഴേ ഞാൻ സേനോട് ചോദിച്ചു ആരാ ചെയ്യാമെന്ന്. അപ്പോൾ സേന ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് അത് ഉർവശിയാണ്. മറ്റേ ജയറാമെന്ന് എനിക്കറിയാം. നമുക്ക് അന്ന് ഒരു പരിധി ഒരു ആർട്ടിസ്റ്റിനെ മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരാണ് ചെയ്യുന്നത്, നമുക്ക് ആ കഥാപാത്രം എങ്ങനെ വേണമെങ്കിലും. ഉർവശിൻ്റെയൊക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത കാലം വരെ എനിക്ക് തോന്നുന്നു ഞാൻ എഴുതുന്ന സമയങ്ങളിലൊക്കെ എങ്ങനെ വേണമെങ്കിൽ മോൾഡ് ചെയ്യുക ക്യാരക്ടർ അവർ ചെയ്തോളും, അവർ കാണിച്ചു തരും. മഴവിൽക്കാവടിയിലൊക്കെ അദ്ദേഹത്തിന് അവരുടെ ഒരു പെർഫോമിങ് സ്റ്റൈല് കണ്ടില്ലേ നിങ്ങൾ? അവള് ഇവനങ്ങോട്ട് സ്വീകരിക്കുന്ന രീതികളൊക്കെ കൂടെയുള്ള ഇനി അങ്ങോട്ട് ജീവിതം മുഴുവൻ ഇവരുടെ കൂടെയാണെന്നുള്ളത് ചിന്തിക്കുന്ന അവിടെ കൈചലനങ്ങളിലൊക്കെ അവൾ കാണിക്കുന്ന ഓരോ മൂമെൻ്റ് ഉണ്ട്. എന്തിനാണ് ഞാൻ സ്റ്റണ്ടായിട്ടുള്ളൊരു ഷോട്ട് ഉണ്ടാവാറുണ്ട്. തട്ടാനില്ലേ പൊന്മുട താറാവിലെ ഈവൻ തട്ടാൻ ഭാസ്കരൻ പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പം അവനെ പുറത്ത് ഇവിടുന്ന് ഒരു അഴയിൽ ഈ തുണി ആറിയിട്ടുകൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഒരു സ്ഥലത്ത്. അപ്പം സത്യൻ അവളോട് പറഞ്ഞു അവനെ ഒന്ന് കൊതിപ്പിക്കുന്ന പോലെ നോക്കാൻ. ആ ഷോട്ട് നിങ്ങൾ കാണാം. അങ്ങനെ നോക്കിയിരുന്ന് കൊതിപ്പിക്കുന്നുണ്ട് അവന്. അപ്പോഴാണ് ഇവൻ എഴുന്നേറ്റ് പോകുന്നത്. എഴുന്നേറ്റ് പോയിട്ട് അടുത്ത വീട്ടിലേക്ക് പോയിട്ട് കാണുന്നത് അവളെ. അതൊക്കെ ഉർവശി എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വേറെ ആർട്ടിസ്റ്റുകളും ചെയ്യുമായിരിക്കാം, പക്ഷെ നമ്മൾ കണ്ടത് ഉർവശിനെയാണ്. അതുകൊണ്ടാണ് ഇതുപോലെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. അങ്ങനെ ഉണ്ടാവല്ലോ. താങ്കളുടെ സിനിമകളിൽ തന്നെ ഉർവശി ചെയ്ത കഥാപാത്രങ്ങൾക്ക് ഉർവശിക്ക് തന്നെയായിരുന്നു പ്രാധാന്യം. അത് അവരുടെ അന്നത്തെ ഒരു സ്റ്റാർ വാല്യൂ ആയിരുന്നു അതിന് കാരണം, അല്ലെങ്കിൽ ഒരു സ്ത്രീ കഥാപാത്രത്തിന് പ്രാധാന്യം കിട്ടണമെന്ന് വിചാരിച്ച് മനഃപൂർവ്വം ചെയ്തതാണ്? ഇതൊന്നും മനഃപൂർവ്വമല്ല. ആദ്യം ഇത് എഴുതി വരുമ്പോൾ ആ കഥാപാത്രം ഇമ്പോർട്ടൻ്റ് ആവുന്നതാണ്. കഥയിൽ അവൾക്ക് ആ പ്രാധാന്യം ഉണ്ടാവും. ആ പ്രാധാന്യത്തിലുള്ള കഥാപാത്രം ഏറ്റെടുക്കുന്നത് ഉർവശിയാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും. അവർക്ക് അവാർഡും കിട്ടും. കടിഞ്ഞൂൽ കല്യാണത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് സ്റ്റേറ്റ് ആക്ടർ. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത 3 പടങ്ങൾക്ക് കണ്ട് അവർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതെ അതെ, ഒരു മികച്ച നടി തന്നെയാണ്. എൻ്റെ ആർക്കൊക്കെ ഏതൊക്കെ പടങ്ങളിലാണ് അവാർഡ്? എനിക്ക് ലാലിന് കിട്ടിയിട്ടുണ്ട്, മോഹൻലാലിന് വാനപ്രസ്ഥം കിട്ടിയിട്ടുണ്ടോ സംശയമുണ്ട് എനിക്ക്. അതെ എനിക്കത് അതെ ഉണ്ട്. ഷാജിക്കാണ് ഏറ്റവും അധികം അവാർഡ് കിട്ടിയത്, പിറവിക്ക്. അങ്ങനെയൊക്കെയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, സിനിമകളിൽ ഒരു ചെറിയ ഡയലോഗിലൂടെ ആചാരങ്ങളെ ആക്ഷേപഹാസ്യ രൂപേണ അവതരിപ്പിക്കുന്നുണ്ടല്ലോ. അതെനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന് നമ്മുടെ പൊന്മുട്ടയിടുന്ന താറാവിൽ ആ വാള്, വെളിച്ചപ്പാടിനെന്തിനാ സ്വർണം കിട്ടിയ വാള് എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ
കടിഞ്ഞൂൽ കല്യാണത്തിൽ KPC ലളിതൻ്റെ കഥാപാത്രം വേനൽക്കാലമായതുകൊണ്ട് മന്ത്രങ്ങളൊന്നും ഫലിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഒന്നുകൂടെ ഉണ്ട് പിന്നെ മഴവിൽ കാവടിയിൽ വെടിവഴിപാടിന്, അതായത് അവള് ദൈവത്തിനെ വെടിവെച്ച് വീഴ്ത്താറില്ല, ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വരാറാണ് എന്ന് പറഞ്ഞിട്ട് ജയറാം പറയുന്നൊരു ഡയലോഗുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനെ ആചാരങ്ങളെ വിമർശിക്കുക എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന ഒരു ആക്ഷേപഹാസ്യമായിരുന്നു. ഒരിക്കലുമല്ല, ആചാരങ്ങളല്ല അവിടെ വിമർശിക്കുന്നത്. അവിടെ വിമർശിക്കുന്നത് അവനവൻ്റെ സെൽഫിഷ്നെസ്സിനെയാണ്, സ്വാർത്ഥതയ്ക്കാണ്. സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേ അതെന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ട ഒരു ബേസിക് നോളജ്, സാമാന്യ വിജ്ഞാനം ആ ചെയ്യുന്ന ആൾക്ക് വേണ്ടേ. ഇപ്പോൾ ഒരു അമ്പലത്തിലൊരു വഴിപാട് നേരുന്നത് ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയല്ല, ഒരിക്കലും അല്ല. അത് ശരിക്കും അറിയാത്തത് കൊണ്ടാണ്. അമ്പലത്തിൽ വഴിപാട് നേരുന്നത് അല്ലെങ്കിൽ ഈശ്വര സങ്കല്പത്തിലേക്കൊരു ഇന്ന് ചെയ്യാമെന്നൊക്കെ തീരുമാനിക്കുന്നത് ആചാരമല്ല. അത് വാസ്തവത്തിൽ അതൊരു സെൽഫ് പ്യൂരിഫിക്കേഷനാണ്. അത് കഴിഞ്ഞാൽ അയാളിൽ ഒരു മാറ്റം ഉണ്ടാവും. അപ്പോൾ ഈ വെടിവഴിപാട് നേരുന്ന എന്തിനാണ്? അയാൾക്കൊരു കാര്യം നടക്കാനാണ്. അപ്പോഴാ വെടിവഴിപാട് നടത്തേണ്ട ആൾക്ക് അതിലും നല്ല വിവരമുണ്ട്. അയാൾക്ക് അതിലും കുറച്ചും കൂടെ അതിൻ്റെ ഉദ്ദേശശുദ്ധി അറിയാം, എന്താ സംഭവിക്കുന്നത്. അതാണ് അവൻ പറയുന്നത് അവളങ്ങനെ ദൈവത്തിനെ വെടിവെച്ച് വീഴ്ത്താറില്ല, ദൈവം താൻ ഇറങ്ങി വരും അവളുടെത്തേക്ക്. കാരണം ദൈവം ഇറങ്ങി വരുമ്പോഴേക്കും അവൾക്ക് ദൈവം എന്ന് പറയുന്ന സങ്കല്പമൊക്കെ വേറെ വിധത്തിലാണ്. സെൽഫ് പ്യൂരിഫിക്കേഷൻ സംഭവിക്കുകയാണ്, വേറൊന്നുമല്ല സംഭവിക്കുന്നത്. ആചാരം എന്ന് പറയുന്ന സംഗതിയൊക്കെ വെറുതെ ഒരു വാക്കാണ്, മനുഷ്യനെ ഉണ്ടാക്കിയ സംഗതി എന്ന് മാത്രമേ ഉള്ളൂ. അല്ല ഒരിക്കലും ഒരു അമ്പലത്തിലോ ഒരു അമ്പലത്തിലൊരു വഴിപാട് നടന്നുകൊണ്ട് ഒരു ആളും ഇല്ല. ആരാ നമ്മളെ സഹായിക്കുക? നമ്മൾ ആകെ ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഞാൻ എല്ലാം എൻ്റെ ഒരു ഇതിലേക്ക് ഉണ്ട്, എന്നെ നോക്കാൻ, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഒരാളുണ്ട്. പിന്നെ വൈ ഷുഡ് ഐ ബോദർ അബൌട്ട് ദാറ്റ്? ഉള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക. അല്ലാണ്ട് ഇതിനൊന്നും അങ്ങനത്തെ വിമർശനാത്മകത ഇല്ല വാസ്തവത്തിൽ, ഈ ഒറ്റ ഡയലോഗിലും ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ അതിലൂടെ മനസ്സിലാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതിൽ മേലേപ്പറമ്പിൽ ആൺവീട് ജയറാമിനെ കാണിക്കുമ്പോൾ തന്നെ പറയുന്നത് അമ്പലത്തിൽ വെടി നടക്കുമ്പോൾ ഒരു പ്രാർത്ഥിച്ചിട്ട് ഒരു ജോലിക്ക് വേണ്ടിയുള്ള അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് പ്രാർത്ഥിച്ചിട്ട് നമ്പൂതിരി ഇയാൾക്ക് കൊടുക്കുകയാണ് കൊണ്ടേക്കും. അപ്പോൾ പറയുന്നത് ജോലിക്കുള്ള അപേക്ഷയാണ്, ശരിക്കും മുസ്ലിം കമ്പനിക്കാണ് അയക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ മൊല്ലാക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അയാൾ ശാന്തിക്കാരൻ ഇയാളോട് ചോദിക്കുന്നത് മോനൊരു പണി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന്. ഇതൊന്നും തന്നെ ആചാരങ്ങളൊന്നും വിമർശിക്കില്ല, ശരിയായ സത്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. എനിക്കും എഴുതുമ്പോഴല്ലേ ഇതൊക്കെ കിട്ടുള്ളൂ. ഉർവശിയുടെ ക്യാരക്ടർ മറ്റേ കടിഞ്ഞൂൽ കല്യാണത്തിൽ അവൾ എത്ര നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാണ്. അതിനകത്ത് ആദ്യം ഉപയോഗിച്ച ഇതുവരെ ടൂത്ത് ബ്രഷ് വരെ കല്ല് വരെ അതിലും കോമഡി അതിലുണ്ട്. അതിൽ ജഗദീൻ്റെ ഉത്തരമുണ്ട്, ആ കല്ല് പിന്നെ എടുത്ത് വെച്ച് ആ അണ്ടി പിന്നെ വളർത്തി മാങ്ങ ഉണ്ടായിന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ഉണ്ട്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അതങ്ങനെ ക്യാരിയിട്ട് പോകും. ഇതൊന്നും ആചാരങ്ങളെ വിമർശിക്കുന്നതല്ല, എല്ലാം തന്നെ ഒരു സെൽഫ് പ്യൂരിഫിക്കേഷൻ വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സിബി മലയിലേക്ക് എത്തുമ്പോൾ ദേവദൂതൻ, സിന്ദൂരരേഖയും ഉണ്ടായിരുന്നു. രണ്ടും ഒരു പ്രണയമുണ്ട് രണ്ട് സിനിമയിലും. ആ സിബി മലയിൽ കൂട്ടുകെട്ട്, അയ്യോ അതൊരു ഹൈഡ്രജൻ ബലൂണൊക്കെ ഹൈഡ്രജനൊക്കെ നിറച്ചിട്ട് അതിൻ്റെ അറ്റത്ത് പിടിച്ച് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നൊരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഒരു ഫ്ലോട്ടിങ് ഫ്രണ്ട്ഷിപ്പാണത്. എത്ര വർഷമായി. എൻ്റെ സിബിയുടെ ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതിയതാണ് ഞാൻ, നടന്നില്ല. രണ്ടാമത് എഴുതി, വേറൊരു സിനിമയ്ക്ക് എഴുതി, അതും നടന്നില്ല. മൂന്നാമത് എഴുതി, അതും നടന്നില്ല. നാലാമത്തെ അവൻ്റെ സിനിമയാണ് മുത്താരം കൊന്ന PO. അങ്ങനെയാണ്. ആദ്യത്തെ സിനിമ നവോദയയുടെ ആയിരുന്നു. പിന്നെ ഒരു സിനിമയ്ക്ക് ഞാൻ എഴുതി, വേറെ സിനിമ, അത് നടന്നില്ല. മൂന്നാം സിനിമയാണ്. രണ്ടാമത്തെ സിനിമ പിന്നെ ഞാൻ വേറൊരു കഥ എഴുതാൻ വിചാരിച്ചപ്പോഴേക്കും ഞാൻ അമേരിക്കക്ക് പോയി. അപ്പോൾ അവിടേക്ക് വിളിച്ച് പോകുമ്പോൾ പറഞ്ഞു എൻ്റെ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു നീ ഉടൻ തന്നെ വേറൊരു പടം പ്ലാൻ ചെയ്യ്, ഒരു കഥ സംഘടിപ്പിക്കുക. അപ്പോഴവൻ പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ അപ്പോഴാണ് ശ്രീനിവാസൻ്റെ കാര്യം പറഞ്ഞത്, മുത്തരംകുന്ന് POൻ്റെ ഞാൻ ധൈര്യമായിട്ട് എഴുതാൻ പറഞ്ഞു, തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ തുടങ്ങി. അതേ പ്രൊഡ്യൂസർ തന്നെയാണ്. അങ്ങനെയാണ് അവൻ ഡയറക്ടർ ചെയ്ത്. അങ്ങനെയാണ്. വല്ലാത്തൊരു ബന്ധമാണത്.
ഒപ്പം ചെയ്ത സിനിമകളെ കുറിച്ചിട്ട്. 2 പടമേ ഉള്ളൂ. ദേവദൂതൻ എനിക്ക് ദേവദൂതൻ്റെ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ 20 വർഷത്തിന് ശേഷമാണ് ഞാൻ അത് നവോദയൻ്റെ അതേ ആ പ്രോജക്റ്റിൻ്റെ ഒരു കൺസെപ്റ്റാണ് ഞാൻ എഴുതാൻ വിചാരിച്ച കൺസെപ്റ്റാണ് ഞാൻ നമ്മൾ സിനിമയാക്കിയത്. പക്ഷെ ആദ്യത്തെ സ്ക്രിപ്റ്റ് അതിലെ കുട്ടികളാണ്, കുറച്ചും കൂടെ പ്രായം കുറഞ്ഞ സ്കൂൾ കുട്ടികളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അത് വേറൊരു തരത്തിൽ നല്ലൊരു ഇതായിരുന്നു, നല്ല പ്രോജക്റ്റായിരുന്നു അത്. പക്ഷേ നവോദയ 20 വർഷത്തിന് ശേഷം അത് ചെയ്യുമ്പോൾ വേറെ കഥയിൽ മാറ്റങ്ങൾ വന്നെന്ന് മാത്രമേ ഉള്ളൂ. നല്ല അനുഭവമായിരുന്നു. സിബിയുടെ നല്ല വർക്കായിരുന്നു. അതെ അതെ, സിബി മലയിൽ നിന്നുള്ള സംവിധായകന്റെ അസാധ്യ മികവന്നെ അതില് കാണാനുണ്ട്. അതെ, അത് കഴിഞ്ഞിട്ട് അത് 24 വർഷത്തിന് ശേഷമാണ് റിലീസ് ചെയ്തത്. 2024. ദേവദൂതന്റെ ഒരു കഥാ പാശ്ചാത്തലം ഉണ്ടല്ലോ, അതൊരു പുതുമ തന്നെയായിരുന്നു ആളുകൾക്ക് തിയേറ്ററിൽ കാണുമ്പം, അതുവരെ കാണാത്ത. ഇപ്പം ആദ്യം പറഞ്ഞ 1 മുതൽ 0 വരെ പോലെ തന്നെ വേറൊരു രീതിയിലുള്ള പ്രണയം ഉണ്ടായിരുന്നു, ഹൊറർ ഉണ്ടായിരുന്നു, എല്ലാം കൂടെ ചേർന്ന് എന്താണ് ആ സിനിമയെ പറയേണ്ടതെന്ന് ഇപ്പോഴും അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു കഥ എന്നുള്ളതിലേക്ക് എന്തെങ്കിലും ത്രെഡ് എവിടുന്നെങ്കിലും കിട്ടിയിട്ട് എഴുതിയതാണോ, അല്ലെങ്കിൽ അത് ഭാവനയിൽ തന്നെ? അത് ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം നമ്മുടെ മനസ്സിൽ ഒരു ത്രെഡ് ഉണ്ടാവും. പക്ഷെ എഴുതി വരുമ്പോൾ ആ ത്രെഡിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ഒരുപാട് വന്നിട്ട് ഇത് മൊത്തം അങ്ങോട്ട് മാറും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ ദേവദൂതനിൽ വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ കൺസീവ് ചെയ്ത കഥേനേക്കാളും ഈ കഥയുടെ കൺസെപ്റ്റ് ഞാൻ കാഴ്ച എന്ന് പറഞ്ഞ നോവലറ്റിലായിട്ട് എഴുതിയിട്ടുണ്ട് വളരെ മുൻപ്. കാഴ്ച അത് വളരെ മുൻപ് കലാകൗമുദി പബ്ലിഷ് ചെയ്തതാണ്. അത് എത്രയോ പടങ്ങൾക്ക് ശേഷം ഒരു സെഞ്ചുറി പിക്ചേഴ്സിന്റെ കൊച്ചുമോൻ എൻ്റെ അടുത്ത് ആ കഥ വായിച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു, കൊച്ചുമോൻ ഇത് വായിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അത് IV ശശിക്ക് വേണ്ടി എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ IV ശശി ഇത് വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങളാണ്. പക്ഷെ ഞങ്ങൾ അതിനെപ്പറ്റി പിന്നീട് സംസാരിച്ചിട്ടില്ല. കാഴ്ച അത് എന്നോട് പലരും സംസാരിച്ചിട്ടുണ്ട്. പിന്നീട് പ്രതീക്ഷിക്കാതെയാണ് ഒരു ദിവസം എന്നോട് സിബിയും സിയാദും കൂടെ വന്നിട്ട് പണ്ട് ചെയ്യാൻ വെച്ച ആ കഥ നമുക്ക് ഇങ്ങനെ ചെയ്യാം ഒന്ന് ആലോചിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട് വരുന്നു. ഞങ്ങളത് ആലോചിക്കുകയും അന്ന് മാധവനെ വെച്ചിട്ടാണ് ഞങ്ങൾ ആലോചിച്ചത്. മാധവനെ കാസ്റ്റ് ചെയ്തിട്ട് മുഴേ മാധവൻ തമിഴ് പടത്തിലേക്ക് കയറിപ്പോയി. പിന്നെ മാധവനെ കുറച്ചും കൂടെ നല്ല വലിയ ലെവലിലേക്ക് പോകുമെന്ന് മനസ്സിലായി. പിന്നെ ആ കഥ ലാലിനോട് ഏതൊരു യാത്രാമധ്യയാണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. സിയാദ് സംസാരിക്കാൻ സിയാദിനോട് ചോദിച്ചു, ലാൽ പറഞ്ഞു ഞാനത് ചെയ്യട്ടെ. അപ്പോഴേക്കും ഇതിൻ്റെ കളർ മാറി. അപ്പോൾ അത് വീണ്ടും റീഡു ചെയ്യേണ്ടി വന്നു എനിക്ക്. അതിനൊരു കമേഴ്ഷ്യൽ ആസ്പെക്റ്റ് അല്ല അവരെ നോക്കുന്നു. അപ്പം അങ്ങനെ മാറി അപ്പോഴും നമ്മൾ അതിൻ്റെ മെയിൻ സംഗതികൾ വിടാതെയാണ് ഞാനത് എഴുതിയത്. അങ്ങനെ എഴുതി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ക്രിപ്റ്റ്. അത് ഭയങ്കര ടഫായിരുന്നു. ഞാൻ ഒരുപാട് അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ പല വിധത്തിൽ ചിന്തിക്കേണ്ടി വന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് സമയത്തും സിയാദും സിബിയൊക്കെ നല്ലപോലെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. എനിക്കറിയാം അതൊക്കെ. അത് കഴിഞ്ഞ് തീരുമ്പോഴും എനിക്കത് സിബിയുടെ ഷോർട്സും എല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ഹോളിവുഡ് സ്റ്റൈലൊക്കെ ആയിരുന്നു പലതും. അതുപോലെ സന്തോഷ് തുണ്ടിയിൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫി അസാധ്യ ബ്യൂട്ടിഫുൾ ഫോട്ടോഗ്രാഫിയാണ് അതിൻ്റെ. പിന്നെ വിദ്യാസാഗറിൻ്റെ മ്യൂസിക്. ദേവദൂതൻ തുടങ്ങുന്നതിൽ സിംഫണി ഉണ്ട്. ആ സിംഫണി ശരിക്കും ഞാൻ സ്ക്രിപ്റ്റിൽ ആദ്യം എഴുതിയത് ക്ഷീരസാഗര ശയന എന്നുള്ള കീർത്തനായിരുന്നു. ക്ഷീരസാഗര ശയന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കീർത്തനം. അത് വെച്ചിട്ടാണ് തുടങ്ങിയത്. എന്തൊരു മഹാനുഭാവരും സെലക്ട് ചെയ്യുന്നത് വിദ്യാസാഗറാണ്. ആ സിംഫണി സ്റ്റൈലിലേക്ക് എനിക്ക് ക്ഷീരസാഗര സിംഫണിയിൽ കേൾക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഉണ്ടാക്കി വെച്ച ഈ അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ എന്തൊരു മഹാനുഭാവലും അത് അദ്ദേഹം സിംഫണിയിൽ റീകമ്പോസ് ചെയ്തപ്പോൾ അത് എനിക്ക് വേറൊരു ലെവലിലേക്ക് പോയി. അതാണ് അതിന് വലിയൊരു അനുഭവമായിരുന്നു. അത് റെക്കോർഡിങ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പം കാറിലിട്ടിട്ടൊക്കെ കേൾക്കുന്നത്. ഇത് രസമായിരുന്നു അറിയാം. അത് അദ്ദേഹം എടുത്ത ഡിസിഷൻ നല്ല ഡിസിഷനായിരുന്നു. മൊത്തം ആകത്ത് ടെക്നിക്കൽ സൈഡ് നല്ലൊരു വേറെ ലെവലിലാണ്. എല്ലാം ശരിക്കും മികച്ച തന്നെയായിരുന്നു. അതെ. അപ്പം ഞാൻ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. നമ്മളിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിൻ്റെ എക്സിസ്റ്റൻസ് വന്ന് സിനിമ തുടങ്ങുന്ന വരെയുള്ളൂ, സിനിമ തീരുന്നത് വരെയുള്ളൂ. സിനിമ തീർന്ന് കഴിയുമ്പോഴേക്കും ഈ സ്ക്രിപ്റ്റ്, ഈ തിരക്കഥ സിനിമയുടെ ഉള്ളിൽ അങ്ങോട്ട് പോയി വിലയം പ്രാപിക്കും. ആത്മാവിന് ചുറ്റും
സോളിന് ചുറ്റും ഒരു ബോഡി വരുന്ന മാതിരിയാണ്. സ്ക്രിപ്റ്റാണ് സോള്. അതെ. അപ്പം എല്ലാവരും കാണുന്നത് പിന്നെ ബോഡിയാണ്. ആ ബോഡിയിലേക്ക് ഒരുപാട് കോമ്പോണൻസ് വരും, കൈകാലുകൾ ഒരുപാട് വരും. സോളിനെ ആരും കാണില്ല പെട്ടെന്ന്, സോളിന് ഫീലിംഗ് മാത്രമേ ഉള്ളൂ. അതാണ് തിരക്കഥ പിന്നെ നമുക്ക് അനുഭവപ്പെടാനേ പറ്റുള്ളൂ, അനുഭവവേദ്യമാകാനേ പറ്റുള്ളൂ. പിന്നെ വായിക്കുന്ന സമയത്ത് ഒരു തിരക്കഥ ഇപ്പോൾ ഒരാൾക്ക് വായിക്കാൻ കൊടുത്താൽ 10 ആൾക്ക് വായിക്കാൻ കൊടുത്താൽ 10 സിനിമയാണ് അവർ കാണുന്നത്. അതേപോലെ പ്രേക്ഷകൻ കാണുന്നത് തിയേറ്ററിൽ പോയാലും 100 സിനിമ പ്രേക്ഷകനുണ്ടെങ്കിൽ 100 ദേവദൂത തന്നെയാണ് അവർ കാണുന്നത്. അതാണ് ഈ ഡിഫറെൻ്റ് ഓഫ് ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടാകുന്നത്. പലരും പല രീതിയിലാണ് കൺസീവ് ചെയ്യുന്നത്. നമ്മളപ്പം നേരിട്ട് നമ്മൾ കണ്ടാലും ഇപ്പം നമ്മൾ രണ്ടാളും ഇരിക്കുന്നത് 10 ആൾ കാണുകയാണെങ്കിൽ 10 വിധത്തിൽ നമ്മളെയാണ് കാണുന്നത്. അവരുടെ മനസ്സിലത് തെളിയുന്ന അങ്ങനെ. ഇത് കലാരൂപങ്ങൾക്ക് ഏത് ഒബ്ജക്റ്റിനും ഉള്ളതാണ്. അപ്പോൾ ആ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളിതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എഴുതുമ്പോൾ നമ്മൾക്ക് എന്താണോ നമ്മൾ കാണുന്ന ഒരു പെർഫെക്റ്റ് ഡയമെൻഷൻ അതിൽ കാണുക, അത് ചിന്തിക്കുക. അത് ഉണ്ടോയെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, അത് ഉണ്ട് അതിനകത്ത്. കാരണം നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവും, കിട്ടും. അതേപോലെയാണ് ദേവദൂതനൊക്കെ എനിക്ക് തോന്നിയിരുന്നുള്ളത്. ചില സംഗതികൾ കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നും അത് ഇങ്ങനെയാണെന്നോ എന്നൊക്കെ തോന്നും. പക്ഷെ ആണ്, ശരിക്കും അത് ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ പിന്നീട് ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആ 2024 അനുഭവം 2000 ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ വേറെയും പടം ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, അറിയില്ല. സിവിക്ക് വേണ്ടി ഒരുപാട് എഴുതാനൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് അതിനപ്പോഴേക്ക് CFVയുടെ കുറേ കൂടെ വളരെ അടുത്ത കൂട്ടുകെട്ടായിട്ട് ലോഹിതദാസ് വന്നു. ലോഹിയുടെ സിബിയായിട്ട് അസാധ്യമായിട്ടുള്ള ഒരുപാട് ബ്യൂട്ടിഫുൾ ഫിലിംസ് ഉണ്ട്, ഒക്കെ മനോഹരമായ സിനിമകളാണ്. സിബിയുടെ എക്സിക്യൂഷൻ ഈസ് ബ്യൂട്ടിഫുൾ. നല്ലൊരു 2 സിനിമയിലും പാട്ടുകൾ അല്ലേ, വളരെ നല്ല സിബി നന്നായിട്ട് പിക്ചറൈസ് ചെയ്തു, നല്ല പാട്ടുകൾ. സിന്ദൂരരേഖയില് ശരത്തായിരുന്നു. ശരത്തിന്റെ മ്യൂസിക് എന്ത് രസമാണ്. ശശി സിനിമ ചെയ്തിട്ടുള്ളൂ. ശശി ഇടയ്ക്കെപ്പം കാണുമ്പോഴൊക്കെ എനിക്ക് വളരെ ഫ്രണ്ട്ലിയാണ് ആ മനുഷ്യൻ. അത് ഇടയ്ക്ക് എപ്പോഴും കാണുമ്പോൾ പറയും, പടം ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ഒരു ദിവസം ഇത് എൻ്റെ അടുത്ത് വന്നതാണ്. എന്നെ ഇങ്ങോട്ട് വന്ന് അന്വേഷിച്ചിട്ട് ശശിയും കൊച്ചുമോനും കൂടെ വന്നിട്ടാണ് അർത്ഥന എന്ന് പറഞ്ഞ പടത്തിലേക്ക് ഞാൻ. അർത്ഥന എന്ന് പറഞ്ഞ ടൈറ്റിൽ ഇട്ടത് ഞാനല്ല, അത് ടി ദാമോദരനാണ്. ടി ദാമോദരൻ മാഷാണ് അത് അർത്ഥന ഈ ആ പടത്തിൻ്റെ ടൈറ്റിൽ ഞാൻ ഇടാൻ വേണ്ടി പോകുന്നതിന് മുമ്പേ ഈ കഥ കേട്ടിട്ടും എല്ലാം വായിച്ചു കൊടുത്തപ്പോഴൊക്കെ അദ്ദേഹം ടി ദാമോദരൻ ശശി പറഞ്ഞു ഇതിന് അർത്ഥന എന്ന് പേരിടാൻ. അത് എനിക്കറിയില്ല അതെങ്ങനെയാണ് വന്നതെന്ന്. പക്ഷേ ഞാൻ ആ പേര് സ്വീകരിച്ചു. ശശിയോട് അത് മാറ്റണം പറഞ്ഞില്ല. പക്ഷേ അതിൻ്റെ ഷൂട്ടിംഗ് മുതലെല്ലാം എനിക്ക് നല്ല ഒരു ഡിഫറെൻ്റ് അനുഭവമായിരുന്നു. ആ പടവും നന്നായിട്ട് നന്നായിട്ട് ചെയ്തു. അദ്ദേഹം ഒരു വെർസറ്റൈൽ ജീനിയസാണ്. എത്ര പ്ലസൻ്റായിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. ഇത്രയും പ്ലസൻ്റായിട്ട് ഭയങ്കര ഊട്ടി നിന്നാണ് ഷൂട്ടിങ്. വളരെ പ്ലസൻറ്റ് ലൈഫായിരുന്നു. അതിലെ പാട്ടുകളും എല്ലാം ഗംഭീരമായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു അത്.